ഹായ് ഫ്രണ്ട്സ്, നോമ്പൊക്കെയല്ലേ. അപ്പോൾ നമുക്കുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. മാംഗോ സാൽഗോ നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനും കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം ഞാൻ സാവുനരി ഇതുപോലെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവും കണക്കൊന്നും കേട്ടോ. നമുക്ക് എത്രയാണ് വേണ്ടിയത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു അരമണിക്കൂറോളം ഞാനതൊന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കൊടുത്തു. ഇനി നമുക്കൊരു കടായി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിച്ച് എടുത്താലും മതി. ക്ലിയറായിട്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചീനച്ചട്ടിയിൽ ഇതേപോലെ നേരെ സാവുനരിയും വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് നമ്മൾ കൈവിടാതെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒട്ടി പിടിക്കാതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുവോളം ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൊക്കെ കൂടി തൊട്ട് കൊടുത്തിട്ട് അതിൽ ഓൺ ഓപ്ഷൻ കൂടി തൊടാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏകദേശം വെള്ളമൊക്കെ നല്ല വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളെ സാവുനരി ഈ വെള്ള കളർ മാറി നല്ലൊരു കളർ ചേഞ്ചായി വരും. എന്നാലേ വെന്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഗ്ലാസ് ടൈപ്പിൽ ആ കളർ ചേഞ്ചായി വരും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അതിലെടുക്ക് ഞാൻ നല്ല പഴുത്ത മാങ്ങ അതൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. നമുക്ക് ജ്യൂസിനും പൾപ്പ് ചെയ്ത് എടുക്കാൻ എല്ലാത്തിനും വേണം. അപ്പോൾ ആദ്യം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ 2-3 മാങ്ങത്തോളം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ വേണം കേട്ടോ നമുക്ക് എടുക്കാൻ. അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പകുതിയോളം നമുക്ക് കുറച്ച് മാങ്ങ നമുക്ക് ജ്യൂസ് അടിക്കാനും വേണം. അതുപോലെ കുറച്ച് മാങ്ങ നമുക്ക് പൾപ്പ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തും കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ റെസിപ്പി നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ അങ്ങനെ ഞാനിതുപോലെ ഒക്കെ ഒന്ന് എടുക്കാം കേട്ടോ. മാങ്ങ ഒക്കെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാവുനരി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഞാനൊരു അരിപ്പയിലോട്ടേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആ സാവുനരി മാത്രം മതി കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം ഞാൻ നേരെ ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു തല അത് ചൂടാറി അതിൻ്റെ വെള്ളം ഫുള്ളൊന്ന് വാർന്ന് കിട്ടട്ടെ. അതുവരെ നമുക്ക് അതൊരു സൈഡിലേക്ക് വെക്കാം. നമുക്ക് ബാക്കിയില്ല മാങ്ങേൻ്റെ കാര്യത്തിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ പൾപ്പെല്ലാം എടുത്ത് നേരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് നമുക്ക് ആദ്യം നമുക്കൊന്ന് ജ്യൂസ് അടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പൂണായിട്ട് ഇതേപോലെ ഫുൾ അതിൻ്റെ പൾപ്പ് മൊത്തം എടുക്കാനായിട്ട് നല്ല പഴുത്ത മാങ്ങ തന്നെ നോക്കാം. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ ബാക്കി ഈ കുറച്ച് മാങ്ങ നമുക്ക് ഇതേപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ രീതിക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ ആ പൾപ്പ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളത് കുടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് കടിച്ച് കഴിക്കുകയും വേണം, അത് കുടിക്കുവാൻ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കൽ. അപ്പോൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് ഞാൻ ഈ ഒരു രീതിക്ക് കുറച്ച് പകുതിയോളം മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. ഇത്ര ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം, എന്നാലേ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ള പകുതിയും കൂടി എടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ കട്ട പാല് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട പാലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല മധുരം കൂടുതലുണ്ടാകുമ്പോഴാണ് നല്ല രസമാണ് കേട്ടോ തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് നല്ലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാങ്ങയുടെ ജ്യൂസ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 ട്രിപ്പായിട്ട് മാങ്ങ ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കട്ടിയിൽ ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു രീതിക്ക് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ കട്ട പാല് ഒന്ന് ഫീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു കട്ടിയിലും നല്ല ടേസ്റ്റും നല്ല തണുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യാം. ഇനി ഇതിലേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ, മധുരത്തിൻ്റെ ആവശ്യത്തിൽ. അപ്പോൾ കുറച്ച് കൂടുതൽ മധുരം ഉണ്ടാവുമ്പോൾ കേട്ടോ ഇതൊക്കെ പ്രത്യേക നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നുവെച്ചാൽ തണുപ്പിച്ച് കഴിക്കുമ്പോൾ മധുരം നല്ല ഉണ്ടെങ്കിൽ ആ തണുപ്പോടെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു മധുരം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതും കൂടി ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ അതും കൂടി അടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ സാവുനരി നേരത്തെ അരിപ്പിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് കോരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റാണ്, കുറച്ചേ ഉള്ളൂവെന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കയ്യിലുണ്ട് ഉള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് കട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോർക്ക് എടുത്തിട്ടോ വിസ്ക് എടുത്തിട്ടോ അവന് ഇതുപോലെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. സാവുനരി എല്ലാ വശത്തും നമുക്കൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ചൊരു കട്ടി ആണ് കേട്ടോ, ഒരുപാട് ലൂസാവാൻ വെച്ചിട്ട് ഒരുപാട് കട്ടി വേണ്ട. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേ ഇത് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതേ രീതിക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. ഇനി എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇതും കൂടി ചേർത്തൊരു സബ്ജാജി നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് നേരെ അത് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. തികച്ചും ഓപ്ഷണലാണ്. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, നമ്മളെ ശരീരമൊക്കെ ഒരുപാട് ഹീറ്റായി ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മസ്റ്റായി ചേർത്ത് കൊടുത്താൽ നിങ്ങളെ ഹെൽത്താണ്. നമ്മൾ നോമ്പ് നോറ്റിട്ട് നമുക്ക് ഒരുപാട് ക്ഷീണം പിടിക്കും. ഇത് ഇതിലിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ ക്ഷീണമൊക്കെ പമ്പ കിടക്കട്ടോ. അപ്പോൾ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല ഹെൽത്തിയുള്ള സാധനമാണ് കേട്ടോ. കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ളൂ, നല്ല തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലുമായി ഇനി വരുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.